ഇന്നിപ്പോൾ രാവിലെ റിപ്പോർട്ടർ ടി വി, അതായത് കാട്ടുകള്ളം വീരപ്പൻ്റെയും മൊട്ട അരുണിൻ്റെയും ചാനലായ റിപ്പോർട്ടർ ടി വി ഇറക്കിയ ഒരു കാർഡുണ്ട്. ആ കാർഡിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഷാഫിയുടെ നോമിനിയെ വീണ്ടും എത്തിക്കുന്നു. പാലക്കാട് രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി. എന്താണ് കാർഡിൽ പറയുന്ന കാര്യം? ഷാഫിയുടെ നോമിനിയെ വീണ്ടും എത്തിക്കുന്നു. പാലക്കാട് രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി എന്നാണ് ആ കാർഡിൽ പറയുന്നത്. ഇവിടെ രമേശ് പിഷാരടി പാലക്കാട് മത്സരിക്കുമോ? മത്സരിക്കില്ല. ആര് പറഞ്ഞു? രമേശ് പിഷാരടി പറഞ്ഞു, അല്ലേ? ഇതുവരെ അങ്ങനത്തെ ഒരു ചർച്ചകളും ഉണ്ടായിട്ടില്ല. ഒന്നും താനുമായിട്ട് അങ്ങനത്തെ യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ല എന്ന് ഇന്നലെ രമേശ് പിഷാരടി തന്നെ ഇന്നലെ പറഞ്ഞു, അല്ലേ? എന്നിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രമേശ് പിഷാരടി മത്സരിക്കുമെന്ന് ആര് പറയുന്നു? കേരളത്തിലെ മാപ്രകൾ പറയുന്നു, കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ പറയുന്നു. ഇതൊരു കുത്തിത്തിരിപ്പാ, ആൻഡ് ഇതൊരു ഭയം കൂടിയാ. എന്താണ് ആ ഭയം? രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഭയം. രാഹുൽ അവിടെ മത്സരിക്കും. പാലക്കാട് രാഹുലാണ് സ്ഥാനാർത്ഥി. കോൺഗ്രസിൻ്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടമാണ്. മനസ്സിലായില്ലേ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? മാധ്യമങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ? അല്ല, അവർക്കറിയുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് അവരത് വാർത്തയാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവരത് വാർത്തയാക്കില്ല. കാരണം പാലക്കാടിൻ്റെ ഗ്രൗണ്ട്, പാലക്കാടിൻ്റെ പൾസ് അത് ഈ മാപ്രകൾക്ക് നന്നായിട്ട് അറിയാം. അവിടെ രാഹുൽ മത്സരിച്ചാൽ രാഹുൽ പാട്ടും പാടി വിജയിക്കുമെന്നുള്ളതും അവർക്കറിയാം. അതുകൊണ്ടാണ് രാഹുലിനെ വെച്ചുള്ള കുത്തിത്തിരിപ്പിന് നിൽക്കാത്തത്. പിന്നെ എന്താണ്, ജനങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഇങ്ങനെ ഒരു കാലിനിടയിൽ കോല് കയറ്റി തിരിക്കുന്ന ഏർപ്പാട് നടത്തുക. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോൾ ആദ്യം ഇന്നലെ വാർത്ത കൊടുത്തത്. എന്താണ് ഇത്? ഇന്നലെ പിഷാരടി പറഞ്ഞതുപോലെ തന്നെ ഇവൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം ഉണ്ടായപ്പോഴും അന്നും രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകും, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ആ വാർത്തകളെയൊക്കെ തള്ളിക്കൊണ്ടാണ് ആര് സ്ഥാനാർത്ഥിയാവുന്നത്? രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാവുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഈ വാർത്ത വന്നത്, രമേശ് പിഷാരടി പാലക്കാട് സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത്. അപ്പോൾ ഇന്നലെ രമേശ് പിഷാരടി തന്നെ രംഗത്തെത്തി മാധ്യമങ്ങളോട് അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല, നടന്നാൽ ഞാനത് പറയും, ഞാനുമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല, പിന്നെ ഞാൻ സമ്മതം നൽകി എന്തിനാണ് ഞാൻ സമ്മതം നൽകി എന്നുള്ള വാർത്തകൾ നിങ്ങൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആണ് ഇപ്പോൾ പുതിയ ഒരു ഐഡിയയുമായിട്ട് ഇറങ്ങുന്നത്. എന്ത്? രമേശ് പിഷാരടി ഷാഫിയുടെ നോമിനിയാണ്. അപ്പോൾ ഷാഫിയുടെ നോമിനി പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി. എവിടെ മന്ദബുദ്ധികളെ, ഇവരെന്തൊരു പൊട്ടന്മാരെ! എനിക്ക് മനസ്സിലാവാത്തത് ഈ മാപ്രകൾ സംഭവം ഇവർ ഒരു ആർക്കോ വേണ്ടി കുരക്കുന്ന പട്ടികളാണ്. ഈ ആർക്കോ വേണ്ടിയാണ് കുരക്കുന്നതെങ്കിലും ഇച്ചിരി ഒരു കോമൺ സെൻസ് അതുണ്ടാവണ്ടേ? പാലക്കാട് ഷാഫി ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ആര് മത്സരിച്ചാലും ഒരു കാര്യമില്ല. സാക്ഷാൽ ഈ മെട്രോമാൻ ഈ ശ്രീധരൻ പോലും ഷാഫിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞതാ. മനസ്സിലായില്ലേ? അപ്പോൾ ഷാഫി ആണെങ്കിൽ പാലക്കാട്ടുകാർക്ക് പിന്നെ അവിടെ ഒരു വിഷയമല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഷാഫി ഇല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളതാണ്. ഷാഫി ഇല്ലെങ്കിൽ പിന്നെ രാഹുൽ. മനസ്സിലായില്ലേ? ഇനി ഷാഫിയും രാഹുലും മത്സരിക്കുന്നില്ല എന്ന് വിചാരിക്കും, പിന്നെ ആരാ? പിന്നെ ഷാഫിയും രാഹുലും പിന്തുണക്കുന്ന ആളുകൾ. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. പക്ഷേ ഞാനിതൊരു കണക്ക് പറഞ്ഞതാ. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. മനസ്സിലായില്ലേ? എല്ലാ അർത്ഥത്തിലും രാഹുൽ സ്ഥാനാർത്ഥിയാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇവൻ എന്ത് വർത്താനായി പറയുന്നടോ? അങ്ങനെയാണോ? രാഹുൽ തന്നെയാ പാലക്കാട് സ്ഥാനാർത്ഥി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവൻ പാർട്ടിക്ക് പുറത്തല്ലേ? ഒന്നും നോക്കണ്ട, സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൻ്റെ സ്ഥാനാർത്ഥിയാകും. മനസ്സിലായില്ലേ? മെനഞ്ഞാന്ന് ഈ അടൂരിൽ വെച്ചിട്ട് VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടവും കൂടിക്കാഴ്ച നടത്തിയതൊക്കെ ഒരു അവിചാരിതമായിട്ട് രാഹുൽ ഒരു ഹോട്ടലാണത്, ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. അവിടേക്ക് അങ്ങ് രാഹുൽ അവിചാരിതമായി വന്ന്
കൃത്യമായ നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനമാക്കിയാണ് രാഹുൽ അവിടെ എത്തിയത്. അങ്ങനെയാണ് രാഹുൽ അവരെ കണ്ടത്, ആരെ വി കെ ശ്രീകണ്ഠനെ കണ്ടത്, സംസാരിച്ചത് ഒക്കെ. ഇനി എല്ലാം കഴിഞ്ഞിട്ട് രാഹുലിൻ്റെ പ്രതികരണം ആദ്യം വന്നു, അത് കഴിഞ്ഞ് വി കെ ശ്രീകണ്ഠൻ്റെ പ്രതികരണം വന്നു. അപ്പോൾ ശ്രീകണ്ഠൻ അവസാനം പറഞ്ഞ ഒരു വാചകമുണ്ട്, എല്ലാം നല്ലതിനാണ്. അതാടോ പാലക്കാട് ഈ പറയുന്ന കണ്ണൻ ഗോപിനാഥനോ ശ്രീനാദേവി കുഞ്ഞമ്മയോ അല്ലെങ്കിൽ രമേശ് പിഷാരടിയോ കെ മുരളീധരനോ ആരുമല്ല പാലക്കാട്. പാലക്കാട് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മത്സരിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനലൈസേഷനാണ് കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠനുമായി കൂടിക്കാഴ്ചയിലൂടെ നടന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആർക്കും ആ കാര്യത്തിലൊന്നും കുരുവട്ടണ്ട. നിങ്ങൾ എന്തിനാ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളുടെ പുറമെ? ഞാൻ പറയും, എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ ഈ കാർഡ്, ഈ മൊട്ട അരുണിൻ്റെയും റിപ്പോർട്ടർ ടി വിയുടെയും കാർഡ് നോക്ക് നിങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടി വീഴ്ത്താൻ മുന്നിൽ നിന്ന് പണിയെടുത്ത ആളുകൾ ഇവരാ. അപ്പോൾ ഇവരുടെ കാർഡ് നോക്കിയേ. രമേശ് പിഷാരടിയെ പാലക്കാട് മത്സരിപ്പിക്കുന്നത് ഷാഫിയുടെ നോമിനിയായിട്ട്, അതിൽ കോൺഗ്രസിന് അതൃപ്തി. ഈ രമേശ് പിഷാരടി മത്സരിപ്പിച്ച് ഈ അതൃപ്തി ഉണ്ടോ എന്നുള്ളത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് രമേശ് പിഷാരടിയെ മത്സരിപ്പിച്ചാലല്ലേ ഈ അതൃപ്തി ഉണ്ടാകൂ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മനസ്സിലായില്ലേ? എടോ ചങ്ങായിമാരെ, രാഹുലാണ് പാലക്കാട് സ്ഥാനാർത്ഥി. ഇത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, ഇത് നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുക. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ ചില രീതിയിൽ ചില അസ്വസ്ഥതകൾ, ചില അസ്വാരസ്യങ്ങൾ, ചില കൺഫ്യൂഷനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ കേരളത്തിലെ മാപ്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ഈ കാലിനിടയിലിട്ട് കോലിട്ട് തിരിക്കുന്ന ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ കാലിനിടയിൽ കോലിട്ട് തിരിക്കുന്ന ഏർപ്പാട് അത് വേണ്ട. നിങ്ങൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കണ്ട. പാലക്കാട് രാഹുലാണ് സ്ഥാനാർത്ഥി. മനസ്സിലായില്ലേ? രാഹുൽ മാത്രമാണ് സ്ഥാനാർത്ഥി. അപ്പോൾ അത് പ്രഖ്യാപനം വരുമ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കങ്ങളും നിങ്ങൾക്ക് ആർക്കും വേണ്ട. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് പല കൺഫ്യൂഷനുകളുണ്ടാകും. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. പല കൺഫ്യൂഷനുകളുണ്ടാവും. പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന രാഹുൽ എങ്ങനെ മത്സരിക്കും, രാഹുൽ എങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും എന്നൊക്കെ കുറിച്ച് പല കൺഫ്യൂഷനുകളുണ്ടാവും. എല്ലാ കൺഫ്യൂഷനുകളും വളരെ പെട്ടെന്ന് തന്നെ തീരും. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കൺഫ്യൂഷനുകളും അവസാനിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ആർക്കും യാതൊരുവിധ തർക്കങ്ങളും ഉണ്ടാവേണ്ടതില്ല. മനസ്സിലായില്ലേ? മാധ്യമങ്ങൾ പല പ്രവർത്തികളും നടത്തും. മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾക്ക് പിന്നാലെയാണ്. അവർക്ക് കണ്ടൻ്റായിട്ട് അവർക്ക് 4 കാശുണ്ടാക്കാൻ പറ്റുന്ന എന്താണുള്ളത് അതിന് പിന്നാലെയാണ്. മനസ്സിലായില്ലേ? പാലക്കാടുമായി കൂട്ടിച്ചേർത്ത് പല വാർത്തകളും വരും. ഇതിപ്പോൾ കുറേ ദിവസമായില്ലേ വരാൻ തുടങ്ങിയിട്ട്. പല വാർത്തകളും നിങ്ങൾ കണ്ടല്ലോ, പലരുടെയും പേരുകൾ കേട്ടല്ലോ. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, പലരുടെയും പേരുകൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ മാപ്രകളുടെ പണിയാണ്. അവരുണ്ടാക്കുന്ന അവരുടെ കണ്ടൻറ്റ്, അവൻ്റെ 4 മിനിറ്റോ 5 മിനിറ്റോ വരുന്ന കണ്ടൻറ്റ് വ്യൂവർഷിപ്പ് വേണം, TRP റേറ്റിംഗ് വേണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വാർത്ത കൊടുത്തതും. ഇപ്പോൾ പിഷാരടി വന്നിട്ട് അത്തരം വാർത്തകളെ നിഷേധിക്കുമ്പോൾ, അല്ല ഷാഫിയുടെ നോമിനിയെ പാലക്കാട് മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കൊടുക്കുകയാണ്. കോൺഗ്രസിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സംഭവം പാലക്കാട് മത്സരിക്കുന്നത് ഷാഫിയുടെ നോമിനി തന്നെയാണ്, പക്ഷേ അത് പിഷാരടിയല്ല. മനസ്സിലായില്ലേ? അത് രാഹുൽ മാങ്കൂട്ടമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. പിന്നെ എന്തിനു വേണ്ടി? അതൊരു വലിയ ചർച്ചയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടി വീഴ്ത്താൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തി, അല്ലേ? ആ ശ്രമങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു സ്ത്രീലമ്പടനാക്കാൻ, അയാളെ ഒരു ലൈംഗിക വൈകൃതമുള്ളവനാക്കാനുള്ള ശ്രമങ്ങളും വലിയ അർത്ഥത്തിൽ നടന്നു. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താ ഉണ്ടായത്? രാഹുൽ മാങ്കൂട്ടത്തിനെ
സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, സ്ത്രീ സമൂഹത്തിലുള്ള മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ, സ്ത്രീകളുടെ പ്രതിനിധികളായിട്ടുള്ള സ്ത്രീകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്നതാണ് കണ്ടത്. മനസ്സിലായില്ലേ? മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളൊക്കെ കോടതിയിലെത്തിയപ്പോൾ അത് 8 നിലയിൽ പൊട്ടുന്ന രംഗവും നമ്മൾ കണ്ടു. ഇവിടെ എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം? ഇത്രയും കാലം വലിയ വേട്ടയൊക്കെ നടത്തി, കയ്യിലുള്ള ഇരകളെ ഇങ്ങനെ ഇട്ടുകൊടുത്തു എന്നല്ലാതെ ഒരു മീനിനെ പോലും പിടിക്കാൻ പറ്റിയില്ല, രാഹുലിനെ പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാ. അപ്പോൾ അവിടെയാണ് രാഹുൽ സ്ഥാനാർത്ഥിയാകും, ഉറപ്പായിട്ടും പാലക്കാട് മത്സരിക്കുമെന്നുള്ള ഒരു ഇൻഫർമേഷൻ ലഭിക്കുമ്പോൾ അത് നൽകാതെ അതിന് പകരം അവിടെ കുത്തിത്തിരിപ്പിൻ്റെ പരിപാടി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.